സ്വന്തം രാജ്യത്തെ പീഡനങ്ങളും ക്രൂരതകളും അനുഭവിക്കുന്നവർക്ക് കാനഡ, US പോലുള്ള 143 കൺട്രീസിലോട്ട് നമുക്ക് അഭയം തേടി പോകാൻ പറ്റും. അവിടേക്ക് റെഫ്യൂജി വിസ എടുത്ത് പോകാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലർക്കുള്ളൊരു സംശയമാണ്, റെഫ്യൂജി കൺവെൻഷനും റെഫ്യൂജി പ്രോട്ടോക്കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇന്ത്യക്കാർക്ക് ഇതിൽ ഏതിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയെന്ന്. ആക്ച്വലി ഇത് രണ്ടും UN കൊണ്ടുവന്നതാണ്. UN രൂപീകരിച്ചത് 1945-ലാണ്. ഐക്യരാഷ്ട്രസഭ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് UN രൂപീകരിച്ചത്. 1951-ലാണ് റെഫ്യൂജി കൺവെൻഷൻ എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇത് ശരിക്കും സെക്കൻഡ് വേൾഡ് വാറിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായ രാജ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഈ ഒരു റെഫ്യൂജി കൺവെൻഷൻ കൊണ്ടുവന്നത്. അതിലൊന്നും ഇന്ത്യക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ 1967 ഇതേ UN തന്നെ റെഫ്യൂജി പ്രോട്ടോകോൾ എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ലോകത്തെവിടെയുള്ള ജനങ്ങളാണെങ്കിലും സ്വന്തം രാജ്യത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് റെഫ്യൂജി പ്രോട്ടോകോൾ കൊണ്ടുവന്നത്. ഈ റെഫ്യൂജി പ്രോട്ടോകോളിൽ സൈൻ ചെയ്തത്, ഒപ്പുവെച്ചത് ഏകദേശം 143 കൺട്രീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല, അതുപോലെ ഗൾഫ് കൺട്രീസും ഒപ്പുവെച്ചിട്ടില്ല. ഇങ്ങനെ കുറച്ചധികം കൺട്രീസ് ഈ ഒരു റെഫ്യൂജി പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യത്തുള്ള ജനങ്ങൾ എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചാലും ഇന്ത്യയിലോ ഗൾഫ് കൺട്രീസിലോ വന്ന് അഭയാർത്ഥി വിസ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സിമ്പിൾ ഒന്നും കൂടെ പറയാം, മറ്റുള്ള രാജ്യക്കാർക്ക് ഇന്ത്യയിൽ വന്ന് റെഫ്യൂജി വിസ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷേ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മറ്റുള്ള കൺട്രീസിൽ പോയി പ്രൊട്ടക്ഷൻ വിസ എടുക്കാനായിട്ട് പറ്റും.